എത്ര സ്റ്റേറ്റ്സും എത്ര യൂണിയൻ ടെറിട്ടറീസുമാണ് പുതുതായി നിർമ്മിച്ചത്? ഓപ്ഷൻ എ 16 states and 3 union territories. ഓപ്ഷൻ ബി 14 states and 6 union territories. ഓപ്ഷൻ സി 17 states and 7 union territories. ഓപ്ഷൻ ഡി 22 states and 8 union territories. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 11th Amendment Act ആണ്. ഈ 11th Amendment Act ആവുന്നത് വരെ, അത് നിലവിൽ വരുന്നതിന് മുന്നേ വരെ ഈ ഒരു കാര്യം പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെഷൻ വഴിയായിരുന്നു. നമസ്കാരം, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് പാർട്ട് 2ൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമുക്ക് സമയം കളയുന്നില്ല, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which amendment empowered the state to make special provisions for the advancement of socially and economically backward classes? സാമൂഹികപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസ് നിർമ്മിക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951, ഓപ്ഷൻ ബി 7th Amendment Act 1956, ഓപ്ഷൻ സി 24th Amendment Act 1971 ആൻഡ് ഡി 42nd Amendment Act 1976. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ പറയുന്നില്ല. ഓപ്ഷൻ എ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The 9th schedule was added to the constitution by which amendment? ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് 9ാമത്തെ ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്തത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 24th Amendment Act, ഓപ്ഷൻ ബി ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട്, ഓപ്ഷൻ സി 42nd Amendment Act ആൻഡ് ഡി 7th Amendment Act. നമ്മൾ പറഞ്ഞായിരുന്നു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 8 ഷെഡ്യൂൾസ് മാത്രമേ ഉള്ളൂ. 9ാമത്തെ ഷെഡ്യൂൾ പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. ആ ഒരു ഷെഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യൽ റിവ്യൂ ബാധകമാകാത്ത ഒരു ഷെഡ്യൂളാണ് 9th ഷെഡ്യൂൾ. ഈ 9th ഷെഡ്യൂളിൻ്റെ അകത്തിൽ ഏത് പ്രൊവിഷൻ ഇട്ടാലും, ഏത് പ്രൊവിഷൻസ് പാർലമെൻറ്റ് നൽകിയാലും പുതുതായി കൊണ്ടുവന്നാലും ഇതിനകത്ത് ഉള്ള ഒരു പ്രൊവിഷൻ ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമല്ല. അപ്പോൾ ഏത് ഭേദഗതിയാണ് 9th ഷെഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951. Going on to next question: what was the primary purpose of adding the 9th schedule by the first Amendment Act 1951? അതായത് 1ാം ഭരണഘടനാ ഭേദഗതിയിൽ ഉള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് 9th ഷെഡ്യൂളിൽ ആഡ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി പർപ്പസ് എന്തായിരുന്നു? ഓപ്ഷൻ എ to add new directive principles, option B to protect land reform and other laws from judicial review, C to create special provisions for backward classes, and option D to abolish privy purses. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ടു അബോളിഷ് പ്രിവി പേഴ്സ് അല്ലല്ലോ, അല്ല. ടു ക്രിയേറ്റ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഈ ഒരു പ്രൊവിഷൻ നമ്മുടെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ഉണ്ട്, പക്ഷേ 9th ഷെഡ്യൂളുമായിട്ട് അതിന് ബന്ധമില്ല. ടു ആഡ് ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണോ? അതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ലാൻഡ് റിഫോം ആൻഡ് അതർ ലോസ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. 9th ഷെഡ്യൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രൊവിഷൻസ് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാകത്തില്ല. അതായത് അന്നുണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട ജന്മിത്ത വ്യവസ്ഥ പോലെയുള്ള സിസ്റ്റംസിനെ വീണ്ടും ജുഡീഷ്യൽ റിവ്യൂവിലേക്ക് ബാധകമാകാതിരിക്കാൻ വേണ്ടി, അതായത് ഈ ലാൻഡ് റിഫോംസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ 9th ഷെഡ്യൂളിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following grounds of restriction on the freedom of speech and expression was added by the first Amendment Act 1951? അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയ ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആ ഒരു ആർട്ടിക്കിളിനെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കാരണക്കാരന്മാരായ 3 കാര്യങ്ങൾ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പരാമർശിച്ചിട്ടുള്ള ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പബ്ലിക് ഓർഡർ, ഓപ്ഷൻ ബി ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്,
ഓപ്ഷൻ സി ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു 1951 ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ഒരു വ്യക്തിയുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ 3 കണ്ടീഷൻസ് വന്നു. ആ കണ്ടീഷൻസ് പബ്ലിക് ഓർഡർ, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, ഇൻസൈറ്റ്മെൻറ്റ് ടു ആൻ ഒഫൻസ്. ഈ 3 കാര്യങ്ങളുമായി ബന്ധമുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കർട്ടെയിൽ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവ്. ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951. ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ആഡഡ് ദ 9th ഷെഡ്യൂൾ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് മെയ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് റീസണബിൾ ആൻഡ് ജസ്റ്റിഷ്യബിൾ. 3, it abolished the existing classification of states into 4 categories. Which of the statements given above are correct? തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 2 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നോക്കാം. ഇറ്റ് ആഡഡ് 9th ഷെഡ്യൂൾ ആണല്ലോ. ഒന്നാം ഭരണഘടനാ ഭേദഗതി തന്നെയാണ് 9th ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നത്. ഇറ്റ് മെയ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് റീസണബിൾ ആൻഡ് ജസ്റ്റിഷ്യബിൾ ആണേ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഏതൊക്കെയാണ് ആ 3 കണ്ടീഷൻസ് ഒന്നും. ശരിയാണ്. ഇറ്റ് അബോളിഷ് ദ എക്സിസ്റ്റിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ 4 കാറ്റഗറീസ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. ഈ 4 കാറ്റഗറീസ് ആയിട്ട് സ്റ്റേറ്റ്സിനെ തിരിച്ചിരുന്നു. ആ ഒരു ക്ലാസിഫിക്കേഷൻ മാറ്റിയത് 7ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്, 1ാം ഭരണഘടനാ ഭേദഗതി വഴിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 and 2 ആണ്. ആൻസർ ഓപ്ഷൻ ബി 1 and 2 only. The First Amendment Act 1951 provided that state trading and nationalization of any trade would not be invalid on the ground of violating the right to. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം നാഷണലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ് നാഷണലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് ആക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ഏത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ കർട്ടെയിൽ ചെയ്തതായി കണക്കാക്കാൻ കഴിയില്ല അക്കോർഡിംഗ് ടു ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ റൈറ്റ് ടു ഇക്വാലിറ്റി, ഓപ്ഷൻ ബി റൈറ്റ് ടു ട്രേഡ് ഓർ ബിസിനസ്, ഓപ്ഷൻ സി റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് ഡി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്. നമുക്ക് ലോജിക്കൽ നിന്ന് തന്നെ നമ്മുടെ കോമൺ സെൻസിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആൻസറാണിത്. റൈറ്റ് ടു ട്രേഡ് ഓർ ബിസിനസ്. Going on to next question. Consider the following statements. The First Amendment Act added 3 new grounds for restricting free speech. Statement 2. The 7th Amendment Act provided for the appointment of additional and acting judges of the High Court. Statement 3. The 11th Amendment Act provided that the election of president cannot be challenged due to a vacancy in the electoral college. Which of the statements given above are correct? തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പോകാം. ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ആഡഡ് 3 new grounds for restricting free speech ആണേ, കറക്റ്റ് ആണ്. The 7th Amendment Act provided for the appointment of additional and acting judges of the High Court. അതെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ പറ്റി പറയുന്നുണ്ട്, അതിനുശേഷം ഹൈക്കോർട്സിനെ പറ്റി പറയുന്നുണ്ട്, അവിടുത്തെ അപ്പോയിൻമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. 11th Amendment Act provided that the election of the president cannot be challenged due to a vacancy in the electoral college. അതാണ് നമ്മൾ 11th Amendment Actൽ ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരുടെ ഇലക്ഷനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതായത് ഇലക്ടറൽ കോളേജിൽ ഒരു വേക്കൻസി ഉണ്ട്. ഇലക്ടറൽ കോളേജിൽ പറയുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യത്താൽ MP-മാരുടെ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ MLA-മാരുടെ ഒരു കുറവുണ്ട് എന്നുള്ള കാരണത്താൽ പ്രസിഡന്റിൻ്റെ എലക്ഷനെ ചലഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. ഇത് ഈ ഒരു പ്രൊവിഷൻ 11th Amendment ആക്റ്റിൽ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2 and 3. Going on to next question.
Which constitutional amendment act abolished the classification of states into Part A, Part B, Part C and Part D? Option A, First Amendment Act. Option B, 42nd Amendment Act. C, 7th Amendment Act. D, 24th Amendment Act. അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ സ്റ്റേറ്റ്സിനെ തിരിച്ചിരുന്നത്, നിർത്തിയത് അല്ലെങ്കിൽ അബോളിഷ് ചെയ്തത് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞായിരുന്നു 1956 മുന്നേ വരെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗവർണേഴ്സ് പ്രോവിൻസിന് പാർട്ട് എ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പാർട്ട് ബി, ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസും ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സും കൂടെ പാർട്ട് സി, ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സ് പാർട്ട് ഡി. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു 56 മുന്നേ വരെ. 56 7ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഈ ഒരു സിസ്റ്റം മാറ്റി 14 സ്റ്റേറ്റ്സും അതേപോലെ 6 യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വരുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴി. Okay, going on to next question. The 7th Amendment Act 1956 reorganized the states and union territories into. 7ാം ഭരണഘടനാ ഭേദഗതി എത്ര സ്റ്റേറ്റ്സും എത്ര യൂണിയൻ ടെറിട്ടറീസുമാണ് പുതുതായി നിർമ്മിച്ചത്? ഓപ്ഷൻ എ 16 states and 3 union territories. Option B 14 states and 6 union territories. Option C 17 states and 7 union territories. Option D 22 states and 8 union territories. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് 7ാം ഭരണഘടനാ ഭേദഗതി. 1956 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം നിലവിൽ വരുന്നത് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 14 states and 6 union territory. Going on to next question. The provision for the establishment of a common high court for 2 or more states was introduced by. അതായത് ഒരു ഹൈക്കോടതിയുടെ കീഴിൽ 2 അതിലേറെയോ സംസ്ഥാനങ്ങൾ ആകാം എന്നുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 42nd Amendment Act, ഓപ്ഷൻ ബി 24th Amendment Act, ഓപ്ഷൻ സി 7th Amendment Act ആൻഡ് ഡി ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ഈ ഒരു കാര്യം വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് 1956 7ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റേറ്റ്സിന് പുതിയതായിട്ട് വരുന്ന സ്റ്റേറ്റ്സിനെ പറ്റിയും അതേപോലെ തന്നെ ഹൈക്കോർട്ടുകളെ പറ്റിയും ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനെ പറ്റിയും ഹൈക്കോർട്ട്സിലെ ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റിയൊക്കെ പറയുന്നത് 7ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 7th Amendment Act. Going on to next question. Consider the following statements regarding the 7th Amendment Act 1956. Statement 1. It provided for the appointment of additional and acting judges of High Court. Additional and acting judges of the High Court. Statement 2. It extended the jurisdiction of High Court to union territories. High Courts in the jurisdiction union territories like extend ചെയ്തു. Statement 3. It included Sindhi as the 15th language in the 8th schedule. Which of the statements given above is or correct? തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയത് ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, and ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടെ നമുക്ക് നോക്കാം. It provided for the appointment of additional and acting judges of the High Court. കറക്റ്റ് ആണ്. 1956 7ാം ഭരണഘടനാ ഭേദഗതിയിൽ തന്നെയാണ് ഈ ഒരു പ്രൊവിഷൻ വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 2. It extended the jurisdiction of High Court to union territories. അതെ, ലക്ഷദ്വീപ് കേരള ഹൈക്കോർട്ടിൻ്റെ കീഴിൽ വരുന്നതും ഡാമൻ ആൻഡ് ഡിയു ആൻഡ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ബോംബെ ഹൈക്കോർട്ടിൻ്റെ കീഴിൽ വരുന്നതും ആൻഡമാൻ ആൻഡ് നിക്കോബർ കൊൽക്കത്ത ഹൈക്കോർട്ടിൻ്റെ കീഴിൽ വരുന്നതും എല്ലാം ഇതേ 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. It included Sindhi as the 15th language in 8th schedule. സിന്ധി 15ാമത്തെ ലാംഗ്വേജ് തന്നെയാണ്, 8ാമത്തെ ഷെഡ്യൂളിലും തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയല്ല, 21ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 and 2 only ആണ്. ഓപ്ഷൻ എ. Going on to next question. Which amendment changed the procedure for the election of the vice president by providing for an electoral college instead of a joint meeting of parliament? അതായത്
ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിൻ്റെ എലക്ഷൻ ഇലക്ടറൽ കോളേജ് വഴിയാക്കിയത്? അതിന് മുന്നേ വരെ പാർലമെൻറ്റിലെ ജോയിൻറ്റ് സെഷൻ വഴിയായിരുന്നു വൈസ് പ്രസിഡന്റിൻ്റെ എലക്ഷൻ നടന്നിരുന്നത്. അപ്പോൾ അത് ഏത് ഭേദഗതി വഴിയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 7th Amendment Act, ഓപ്ഷൻ ബി 11th Amendment Act, സി 21st Amendment Act, ഡി 24th Amendment Act. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 11th Amendment Act ആണ്. ഈ 11th Amendment Act ആവുന്നത് വരെ, അത് നിലവിൽ വരുന്നതിന് മുന്നേ വരെ ഈ ഒരു കാര്യം പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് അല്ലെങ്കിൽ ജോയിൻറ്റ് സെഷൻ വഴിയായിരുന്നു. Going on to next question. The 11th Amendment Act 1961 provided that the election of the president or vice president cannot be challenged on the ground of. അതായത് 11ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും എലക്ഷൻ ഏത് കാരണത്താൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല? ആ കാരണങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ എനി വേക്കൻസി ഇൻ ദ അപ്രോപ്രിയേറ്റ് ഇലക്ടറൽ കോളേജ്, ഓപ്ഷൻ ബി ദ കാൻഡിഡേറ്റ്സ് ഏജ്, സി മിസ്യൂസ് ഓഫ് ഗവൺമെൻറ് മെഷീനറി, ഡി എറേഴ്സ് ഇൻ ദ കൗണ്ടിങ് ഓഫ് വോട്ട്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ടറൽ കോളേജിൻ്റെ വേക്കൻസി, ഇലക്ടറൽ കോളേജിൽ ഏതെങ്കിലും ഒരു തരത്തിൽ, ഇപ്പോൾ പ്രസിഡന്റ് ആണെങ്കിൽ എം പിമാരിൽ അല്ലെങ്കിൽ എം എൽ എമാരിൽ, വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ എം പിമാരിൽ ഏതെങ്കിലും ഒരു വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു കാരണത്താൽ ഇവരുടെ എലക്ഷൻ പിന്നെ ഒരു ഡിസ്പ്യൂട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ അത് കോടതികളിൽ ചലഞ്ച് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എനി വേക്കൻസി ഇൻ ദ അപ്രോപ്രിയേറ്റ് ഇലക്ടറൽ കോളേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഫസ്റ്റ് അമെൻമെൻറ്റ്, 7th Amendment, 21st Amendment, 26th Amendment. ലിസ്റ്റ് 2ൽ അബോളിഷൻ ഓഫ് പ്രിവി പേഴ്സ്, ഇൻക്ലൂഷൻ ഓഫ് സിന്ധി ലാംഗ്വേജ്, 9th ഷെഡ്യൂൾ, കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more states. അപ്പോൾ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അമെൻമെൻറ്റിൽ വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ലാൻഡ് റിഫോംസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ലാൻഡ് റിഫോം, സാമിന്ദാരി സിസ്റ്റം, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പിന്നീട് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാകരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഏത് ഷെഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? 9th ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകും. അതായത് ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട്, 9th ഷെഡ്യൂൾ. ഇനി അടുത്തത് 7th Amendment Act. 7th Amendment Act 1956 പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്സിനെ പറ്റിയും സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ പറ്റിയും യൂണിയൻ ടെറിട്ടറീസും ഹൈക്കോർട്സിനെ പറ്റിയും ഒക്കെയാണ്. അതേപോലെ തന്നെ ഹൈക്കോർട്സിൻ്റെ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരേ ഹൈക്കോർട്ട് ഷെയർ ചെയ്യാം എന്നുള്ള കാര്യവും പറയുന്നത് 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതായത് ബി എന്ന് പറയുന്നത് 4 വരും. ഇനി 21st Amendment, 21ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 8th ഷെഡ്യൂളിൽ 15ാമത്തെ ഭാഷയായി സിന്ധി ഭാഷയെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 21st Amendment, ഇൻക്ലൂഷൻ ഓഫ് സിന്ധി ലാംഗ്വേജ്. സിന്ധി എന്താണെന്നും സിന്ധി ലാംഗ്വേജിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 26th Amendment, അബോളിഷൻ ഓഫ് പ്രിവി പേഴ്സ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ 3 വരും, ബി 4 വരും. അപ്പോൾ നമുക്ക് നോക്കാം A3 B4 വരുന്ന ഒന്ന് തന്നെയല്ലേ ഉള്ളൂ. A3 B4 C2 ആൻഡ് D1. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. Going on to next question. Consider the following statements. Statement 1. The 11th Amendment Act changed the election procedure for Vice President. Statement 2. The 11th Amendment Act abolished the privy purse of former rulers. Which of the statements given above are correct? എപ്പോഴും കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിരിക്കണേ. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഡി neither 1 nor 2. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. The 11th Amendment Act changed the election procedure for Vice President. ശരിയാണ്. അതിന് മുന്നേ വരെ ജോയിൻറ്റ് സെറ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ജോയിൻറ്റ് സെഷൻ ആയിരുന്നു. ഇതിന് ശേഷം 11ാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം അത് ഇലക്ടറൽ കോളേജ് ആക്കി. ഇനി അടുത്ത 11th Amendment Act abolished the privy purse of former rulers. പ്രിവി പേഴ്സ് ഒക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 11ാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരുന്നോ? അല്ല, 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1971 അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം തെറ്റാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1 only. Going on to next question.
Sindhi was included as the 15th language in the 8th schedule by which amendment? ഇന്ത്യൻ ഭരണഘടനയിൽ 15ാമത്തെ ഭാഷയായി സിന്ധി ലാംഗ്വേജിനെ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട്, ഓപ്ഷൻ ബി സെവൻത് അമെൻമെന്റ് ആക്ട്, സി 21st അമെൻമെന്റ് ആക്ട്, ഡി 42nd അമെൻമെന്റ് ആക്ട്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആ ഭരണഘടനയുടെ 8th ഷെഡ്യൂളിൽ 14 ഭാഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 15ാമത്തെ ഭാഷയായി സിന്ധി ലാംഗ്വേജ് ഉൾപ്പെടുത്തിയത് 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പിന്നീട് പല ഭാഷകളും ആഡ് ചെയ്തു. നിലവിൽ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following provisions were part of 7th Amendment Act 1956? ഏഴാം ഭരണഘടനാ ഭേദഗതിയിൽ ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1, reorganized states into 14 states and 6 union territories. Statement 2, provided for a common high court for 2 or more states. 3, extended jurisdiction of high courts to union territories. Extended jurisdiction to union territories. 4, included Sindhi in the 8th language. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും ബേസിസിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1, 2 and 3, ഓപ്ഷൻ ബി 2, 3 and 4, സി 1, 3 and 4, ഡി 1, 2 and 4. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ പോകാം. ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് പറയുന്നത്. റിയോർഗനൈസ്ഡ് സ്റ്റേറ്റ്സ് ഇൻ 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ്. കറക്റ്റാണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത് 1956 ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെയാണ്. പ്രൊവൈഡഡ് ഫോർ എ കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more സ്റ്റേറ്റ്സ് ആണ്. ശരിയാണ്. ധാരാളം എക്സാമ്പിൾസും ഉണ്ട്. പഞ്ചാബ് ആൻഡ് ഹരിയാനയ്ക്ക് ഒരൊറ്റ ഹൈക്കോർട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഹൈക്കോർട്ടായ ഗുവാഹത്തി ഹൈക്കോർട്ടിൻ്റെ കീഴിൽ 4 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. മഹാരാഷ്ട്രയ്ക്കും ഗോവയ്ക്കും കൂടെ ഒരൊറ്റ ഹൈക്കോർട്ടാണ് ബോംബെ ഹൈക്കോർട്ട് വരുന്നത്. അപ്പോൾ ഒന്നിലേറെ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോർട്ട് ഉണ്ട്. ആ ഒരു പ്രൊവിഷനും ഇൻക്ലൂഡ് ചെയ്തത് ഏഴാം ഭരണഘടനാ ഭേദഗതിയാണ്. എക്സ്റ്റെൻഡഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്സ് ടു യൂണിയൻ ടെറിട്ടറീസ്. പുതുതായിട്ട് യൂണിയൻ ടെറിട്ടറീസ് വന്നില്ലേ, അപ്പോൾ അവിടെയും ജുഡീഷ്യറി വേണ്ടേ? അപ്പോൾ പുതുതായിട്ട് ആ യൂണിയൻ ടെറിട്ടറീസിനും കൂടെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഹൈക്കോർട്ട്സ് നിർമ്മിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള കുറച്ച് ഹൈക്കോർട്ട്സിൻ്റെ കീഴിൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ്റെ കീഴിൽ യൂണിയൻ ടെറിട്ടറീസും കൂടെ നൽകി. ഇതും കറക്റ്റാണ്. 7th അമെൻമെൻറ്റ് ആക്ടിൽ തന്നെയാണ് വരുന്നത്. അടുത്ത 4th സ്റ്റേറ്റ്മെൻറ്റ്, ഇൻക്ലൂഡഡ് സിന്ധി ഇൻ ദ 8th ലാംഗ്വേജ്. സിന്ധി 8ാമത്തെ ഷെഡ്യൂൾ 8th ഷെഡ്യൂളിൽ ആണ്. 8th ഷെഡ്യൂളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തു 15ാമത്തെ ഭാഷയായി. പക്ഷേ 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയല്ല, 21ാമത്തെ ഭരണഘടനാ ഭേദഗതി. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1, 2 and 3 ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ 1, 2 and 3. Going on to next question. Which amendment affirmed the power of Parliament to amend any part of Constitution? Any part of Constitution including fundamental rights. ഫണ്ടമെൻ്റൽ റൈറ്റ് ഉൾപ്പെടെയുള്ള ഏത് ഭാഗം വേണമെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിന് അമെൻഡ് ചെയ്ത് മാറ്റാമെന്നുള്ള അധികാരം നൽകിയ, ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഈ ഒരു പ്രൊവിഷൻ നൽകിയ ഈ ഒരു അധികാരം പാർലമെൻറ്റിന് നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 38th അമെൻമെൻറ്റ് ആക്ട്, ഓപ്ഷൻ ബി 39th അമെൻമെൻറ്റ് ആക്ട്, സി 24th അമെൻമെൻറ്റ് ആക്ട്, ഡി 42nd അമെൻമെൻറ്റ് ആക്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി 24th അമെൻമെൻറ്റ് ആക്ട്. Going on to next question. The 42nd Amendment Act provided for the creation of 42ാം ഭരണഘടനാ ഭേദഗതി ഈ തന്നിരിക്കുന്നതിൽ ഏത് കാര്യത്തിൻ്റെ ക്രിയേഷനാണ് പറയുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഓപ്ഷൻ ബി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഓപ്ഷൻ സി ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്, ഡി സോണൽ കൗൺസിൽസ്. ഈ 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 1976 കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ എ വളരെ പിന്നീട് വരുന്നതാണ്. ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ നാഷണൽ കമ്മീഷൻ വളരെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതും വളരെ വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ്. ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്ന പുതിയൊരു സർവീസ്, ഓൾ ഇന്ത്യ സർവീസാണ്. IAS IPS പോലെ തന്നെ
പുതുതായി ഒരു സർവീസും കൂടെ ഈ ഒരു 42ാം ഭരണഘടനാ ഭേദഗതി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ വർഷങ്ങളോളം ഡിബേറ്റ്സ് നടന്നുവെങ്കിലും പിന്നീട് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സർവീസ് നിലവിൽ വന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു സർവീസ് നിലവിലില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്, ഓപ്ഷൻ സി. Going on to next question. Which of the following statements is incorrect? ശ്രദ്ധിച്ചോളണം, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ. A. The 38th Amendment Act made the declaration of emergency non-justiciable. B. The 39th Amendment placed election disputes of PM beyond judicial review. C. The 42nd Amendment added the DPSP for equal justice and free legal aid. And option D. The 42nd Amendment reduced the term of Lok Sabha from 6 to 5 years. ഇപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിലും പോവാം നമുക്ക് ഓരോ ഓപ്ഷൻസിലേക്ക് നമുക്ക് കിടക്കാം. 38th Amendment ആക്ട് എമർജൻസിയെ നോൺ ജസ്റ്റിഷ്യബിൾ ആക്കി, ശരിയാണ്. 39th Amendment placed election disputes of the PM beyond judicial review. അതിൻ്റെ കാര്യങ്ങളും ആ ചരിത്രമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. The 42nd Amendment added DPSPs for equal justice and free legal aid. അതെ, ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ, മൂന്നും ശരിയാണ്. സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് തെറ്റ്, ഇവിടെ ഇത് തന്നെയാണ് തെറ്റ്. 42nd Amendment Act reduced the term of Lok Sabha from 6 to 5. അല്ല, ഇൻക്രീസ് ചെയ്തു, 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുവാണ് 42ാം ഭരണഘടനാ ഭേദഗതി ചെയ്ത്. പിന്നീട് തൊട്ടടുത്ത ഗവൺമെൻറ് ആയ ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് വരുന്ന സമയത്ത് 44ാം ഭരണഘടനാ ഭേദഗതി വഴി 1978 വീണ്ടും 6 എന്നുള്ളത് 5 വർഷമായി കുറച്ചു. ഇന്നും നിലവിൽ 5 വർഷം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണല്ലോ. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിലുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത പാർട്ടിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.